ഹൈക്കോടതിയിൽ നിന്ന് വന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്, അതിന്റെ കൂടി വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിക്കെതിരെ ഒരു പൊതുതാൽപര്യ ഹർജി വന്നിട്ടുണ്ട്. പദ്ധതി ഏകപക്ഷീയവും വിവേചനപരവുമെന്നാണ് ഈ ഹർജിയിലെ ആരോപണം. അസ്ല, ഒരു അഭിഭാഷകനാണ് ഹർജി നൽകിയിട്ടുള്ളത്. KSRTC ഇന്നാണ് യാത്ര ആരംഭിച്ചത്. കേരളം ഒരു ചരിത്ര നേട്ടത്തിലേക്ക് പോകുന്നു എന്നാണ് പൊതുവെ അതിന് വിശേഷിപ്പിച്ചതെങ്കിലും പക്ഷേ അതിൽ ചില പോരായ്മകളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് റദ്ദാക്കണം എന്ന് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായാലും ഇന്ന് ഭയങ്കര ചരിത്രമായിട്ടുള്ളൊരു ദിവസമാണ്. ജൂൺ 15 സ്ത്രീകൾക്ക് കേരളത്തിൽ സൗജന്യ യാത്ര, അതായത് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്ന് പറയുന്ന ആ ഒരു സംരംഭം ഇന്ന് തുടക്കം കുറിച്ചു കേട്ടോ. ഐശ്വര്യമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ സാറ് അത് ഉദ്ഘാടനം ചെയ്തു. പല സ്ഥലങ്ങളിലും ആ ഒരു പരിപാടി വളരെ ഗംഭീരമായിട്ട് നടന്നു കേട്ടോ. അപ്പൊ ഇതിനിടയിൽ ആരോ ഒരാള് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുക. അതായത് ഇത് റദ്ദാക്കണം, സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അത് റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. അതിലവർ ഒരുപാട് ന്യായീകരണങ്ങൾ പറയുന്നുണ്ട്. അതായത് സ്ത്രീകൾക്ക് മാത്രം ഇതുപോലൊരു സൗജന്യ പദ്ധതി കൊണ്ടുവന്നത് തികച്ചും ഒരു വേർതിരിവാണ്, എന്തുകൊണ്ട് പുരുഷന്മാർക്ക് ഇത് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്യൂ ഓൾറെഡി നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ഒരു സംരംഭം തുടക്കം കുറിച്ചതിന്റെ അന്ന് തന്നെ ഒരു ഹർജി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇതിന്റെ അവസ്ഥ ഇനി എന്താകും, ഈ സ്ത്രീകളുടെ സൗജന്യ യാത്ര ഇനി അത് നിർത്തിവെക്കുക എന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഒരുപക്ഷെ ഇത് നിർത്തിവെച്ചേക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ തുടർന്നേക്കാം. കാരണം ഇങ്ങനെ ഒരു ഹർജി ഹൈക്കോടതിയിൽ ചെന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിലൊരു തീരുമാനം ഉടനെ ഉണ്ടാകും കേട്ടോ. അതുപോലെ തന്നെ പല ആൾക്കാരും ഇപ്പൊ ഇതിനെതിരായിട്ട് രംഗത്തേക്ക് വരികയാണ്. അതായത് കൂടുതലായിട്ടും സ്വകാര്യ ബസ് ജീവനക്കാര്, വണ്ടി ഓടിക്കുന്നവര്, അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവർമാര്, ഇവരെല്ലാം ഇപ്പൊ ഒരു പ്രതിഷേധമായിട്ട് രംഗത്തേക്ക് വരികയാണ്. കാരണം അവരുടെയൊക്കെ വയറ്റത്ത് അടിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ഇപ്പൊ ഈ നടന്നിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു സൗജന്യ യാത്ര KSRTC ബസ്സിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ സ്വകാര്യ ബസ് ജീവനക്കാരുടെ അവർക്ക് വരുമാനം കുറയാം. അതുപോലെ തന്നെ ഓട്ടോ ജീവനക്കാർക്കും അവർക്കും അതിന്റെ വരുമാനം കുറയുകയും അവർക്കൊക്കെ ഇതൊരു വലിയ വെല്ലുവിളിയായിട്ട് തന്നെ മാറും. കാരണം ഇങ്ങനെ സൗജന്യ യാത്ര ഉണ്ട് എന്നറിയുമ്പോൾ സ്ത്രീകൾ എന്തായാലും ആ സൗജന്യം കിട്ടുന്ന ബസ്സിൽ തന്നെ പോകത്തുള്ളൂ. കാരണം നമ്മളെ പോലുള്ളവരൊക്കെ 10 രൂപ നമുക്ക് എവിടെ ലാഭം കിട്ടുന്നു അല്ലെ എവിടെ കുറച്ച് കിട്ടുന്നു അവിടെ പോകാനേ നോക്കത്തുള്ളൂ. അപ്പൊ പിന്നെ സ്ത്രീകൾക്കായിട്ട് ഇങ്ങനെ KSRTC ഈ ബസ് സൗജന്യ യാത്ര നടത്തുന്നു എന്ന് അറിയുമ്പോൾ സ്ത്രീകൾ ആ വഴിക്കല്ലേ പോകത്തുള്ളൂ. അത് ഒരു വിഭാഗം ആൾക്കാരെ നന്നായിട്ട് ബാധിക്കും. നമ്മൾ പറഞ്ഞല്ലോ, സ്വകാര്യ ബസ്സുകാരെ, ഓട്ടോക്കാരെ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നന്നായിട്ട് ബാധിക്കും. പിന്നെ ഇതൊരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ, സ്ത്രീകൾക്ക് മാത്രമാണല്ലോ ഇങ്ങനെ ഒരു സൗജന്യ യാത്ര ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുരുഷന്മാര് കട്ടക്കലിപ്പിലാണ്, അവർക്കും ഇതുപോലൊരു പദ്ധതി വേണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതിഷേധം ഇപ്പൊ നടക്കുന്നുണ്ട്. അങ്ങനെ വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് ഇന്ന് ഈ ഒരു പദ്ധതിക്ക് ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വളരെ ഗംഭീരമായിട്ട് അത് തുടക്കം കുറിച്ചത്. തുടക്കം കുറിച്ചതിന്റെ അന്ന് തന്നെ ആ ഒരു ഹർജി അവിടെ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോ അതിന്റെ മുൻ നടപടികൾ എന്താണ്, അതിന്റെ അന്വേഷണം എന്താകും, അതിന്റെ അടുത്ത വിധി എന്താകും എന്നൊക്കെ ഉള്ളത് കണ്ടു തന്നെ അറിയണം. ഒരുപക്ഷെ തുടങ്ങിയതുപോലെ തന്നെ ഈ സൗജന്യ യാത്ര തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം ഇത് ചിന്തിച്ചു നോക്കിയാൽ ശരിയല്ലേ, വലിയ രീതിയിലുള്ള ഒരു നഷ്ടം തന്നെ സംഭവിച്ചേക്കാം. അതുപോലെ തന്നെ ഇപ്പോ സർക്കാർ ജോലിയുള്ള സ്ത്രീകളാണെങ്കിൽ പോലും നാളെ മുതൽ അവരെന്തായാലും ഈ ഫ്രീ കിട്ടുന്ന ബസ്സിലേ പോകത്തുള്ളൂ, അതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ഒരു പരിധി വരെ സ്ത്രീകൾക്ക് ഇങ്ങനെ ബസ്സിൽ സൗജന്യ യാത്ര നല്ലതാണ് എങ്കിൽ പോലും ഒരു പരിധിയിൽ
കൂടുതൽ ഇത് കുറെ അധികം ആൾക്കാരെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് ആൾക്കാർക്ക് അവരുടെ ജോലിയിൽ നഷ്ടം വന്നേക്കാം, അല്ലെങ്കിൽ വരുമാനം ഇല്ലാതെ വന്നേക്കാം. അതും ഒരു പ്രശ്നം തന്നെയാണ്. എന്തായാലും അറിയില്ല, മുഖ്യമന്ത്രി എന്തൊക്കെയോ കാര്യങ്ങൾ മുന്നിൽ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തില് നമ്മുടെ BJP-ക്കാർ ഇന്ന് ഭയങ്കര പ്രതിഷേധമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് മഹിളാ പ്രവർത്തകര് ഭയങ്കര പ്രതിഷേധമൊക്കെ ആയിരുന്നു. അവർക്ക് എല്ലാ ബസ്സിലും ഫ്രീ ആയിട്ട് സഞ്ചരിക്കണം. അത് ലിമിറ്റഡ് സ്റ്റോപ്പ് ആണെങ്കിലും ഫാസ്റ്റ് ആണെങ്കിലും ഏതിലാണെങ്കിലും എല്ലാ ബസ്സിലും KSRTC-യിലെ എല്ലാ ബസ്സിലും ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പട്ടിഷയൊക്കെ ആയിരുന്നു BJP-ക്കാര്. എന്തായാലും കൊള്ളാം കേട്ടോ. എല്ലാത്തിന്റെയും അവസാനം ഇങ്ങനെ ഒരു ഹർജിയും കൂടെ ഇപ്പൊ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ സ്ത്രീകൾക്ക് ഈ ഒരു സൗജന്യ യാത്ര അത് ശരിക്കും ഒരു ശരിയായ കാര്യമാണോ? നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? പൂർണ്ണമായും യോജിക്കുന്നുണ്ടോ? അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്.